നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങളെന്ന വ്യക്തി ശരിക്കും ആരാണ്, നിങ്ങളുടെ ചിന്തകളും പെരുമാറ്റങ്ങളുമൊക്കെ എങ്ങനെയുള്ളതാണ്, മറ്റുള്ളവർക്ക് അറിയാത്ത നിങ്ങളിലെ സ്വഭാവ രഹസ്യങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ കിങ് ഓഫ് കപ്സ്, നൈൻ ഓഫ് സോർഡ്സ്, ദ ഹാങ്ഡ് മാൻ, സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്, ടെൻ ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ ഡെത്ത് കാർഡ്, ക്യൂൻ ഓഫ് വാൺസ്, ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർഡ്സ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളെന്ന വ്യക്തി പുറമേക്ക് വളരെ ശാന്തമായ പക്വതയുള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വളരെ ആഴത്തിലുള്ള വികാരങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അതായത് പുറമേക്ക് നിങ്ങൾ ശാന്തനാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ സങ്കടവും സന്തോഷവും പേടിയും ദേഷ്യവും അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വികാരങ്ങളും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അത്തരം വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്കൊരു പ്രത്യേക കഴിവ് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ എത്ര ദേഷ്യമുണ്ടെങ്കിലും പേടിയുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും അതേപോലെ തന്നെ സന്തോഷമുണ്ടെങ്കിലും അതൊന്നും പുറമേക്ക് പ്രകടിപ്പിക്കാതെ അതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. അതിനാൽ തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ തളരാതെ പിടിച്ചു നിൽക്കാറുണ്ട്. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ അവരെ കേൾക്കാനും ആശ്വസിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. കൂടാതെ പുറമേക്ക് നിങ്ങൾ ശാന്തമാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഭാവിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മുൻകാല വിഷമങ്ങളെക്കുറിച്ചുള്ള അമിത ചിന്തകളും ആശങ്കകളുമൊക്കെ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. രാത്രി സമയങ്ങളിൽ പഴയ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ മനസ്സിനെ അനാവശ്യമായിട്ട് സങ്കടപ്പെടുത്തുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ ഏത് കാര്യത്തെയും മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഇപ്പോൾ ഏത് വിഷയത്തെയും വളരെ വ്യത്യസ്തമായ ഒരു കോണിലൂടെ കാണാനും അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും നിങ്ങൾ ശ്രമിക്കാറുണ്ട്. അതേപോലെ ലക്ഷ്യബോധമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ജീവിതത്തിൽ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനായിട്ട് മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ നേടിയെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അവിടെ എത്ര വേണമെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്. കാരണം ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങളിൽ വളരെ കൂടുതലായിട്ട് ഉണ്ട്. അതുപോലെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ആഗ്രഹവും അതിനുള്ള ഒരു കഴിവും നിങ്ങൾക്ക് ഉണ്ട്. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ കുടുംബത്തിനായാലും പ്രിയപ്പെട്ടവർക്കായാലും ഒക്കെ വലിയ വില നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അവരെപ്പോഴും സുരക്ഷിതമായിട്ട് ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണമെന്ന് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. കൂടാതെ ചില കാര്യങ്ങളെയൊക്കെ അമിതമായിട്ട് മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലായാലോ ബന്ധങ്ങളുടെ കാര്യത്തിലായാലോ ഒക്കെ അവയൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് അതിനെയൊക്കെ നിങ്ങൾ അമിതമായിട്ട് നിയന്ത്രിക്കുന്ന മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ വളരെ ശക്തമായ ഇൻറ്റ്യൂഷനുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ ഒക്കെ നിങ്ങളുടെ
മനസ്സ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നൽകുന്ന സൂചനകളൊക്കെ മിക്കപ്പോഴും ശരിയായിട്ട് വരാറുണ്ടെന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങളിലെ എന്തെങ്കിലും പഴയ ശീലങ്ങളെയോ രീതികളെയോ അല്ലെങ്കിൽ സൗഹൃദങ്ങളെയോ ഒക്കെ നിങ്ങൾക്കിനി ആവശ്യമില്ലെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അതിനെയൊക്കെ വിട്ട് കളയണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ യാതൊരു മടിയും കൂടാതെ അവയെ ഉപേക്ഷിക്കാനായിട്ട് വേണ്ടാന്ന് വെക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയും ഇല്ലെന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും പ്രതീക്ഷയുടെ ഒരു വെളിച്ചം ഉണ്ടെന്നുള്ളതാണ്. അതായത് എത്രയൊക്കെ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളോ മാനസിക അവസ്ഥകളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായാലും എല്ലാം ശരിയാകും എന്ന ഒരു പ്രതീക്ഷ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വയ്ക്കാറുണ്ട്. ഈ ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ് നിങ്ങളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. കൂടാതെ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. കള്ളത്തരമോ ചതിയോ ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. അതേപോലെ നിങ്ങൾ ഏതൊരു കാര്യത്തിനും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ വികാരത്തേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്കും വിവേകത്തിനും ആയിരിക്കും നിങ്ങൾ പ്രാധാന്യം നൽകുന്നത്. അതായത് വികാരങ്ങൾ നോക്കാതെ ബുദ്ധിപൂർവം വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതേപോലെ മറ്റുള്ളവരോട് സ്നേഹത്തോടെയും അലിവോടെയുമൊക്കെ പെരുമാറാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നവരാണ്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനും നിങ്ങൾ ശ്രമിക്കാറുണ്ട്. മറ്റുള്ളവരെ നയിക്കാനും അവർക്കൊരു പ്രചോദനം നൽകാനുമൊക്കെയുള്ള ഒരു കഴിവ് നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളെപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതിനാൽ തന്നെ തെറ്റിനോട് പ്രതികരിക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ ശ്രമിക്കും. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ സംസാരം വളരെ മൂർച്ചയുള്ളതായിട്ട് മാറുമെങ്കിലും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലേക്ക് ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ നിങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ അത്തരം കഴിവുകളെയൊക്കെ പുറത്തെടുക്കാനായിട്ട് അതിനെ വളർത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിലൂടെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.